വെൽക്കം ടു ലക്ഷ്യാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കുന്നത് വരുന്ന +2 അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദി സെഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. നെയ്തർ ഓഫ് us ഡാഷ് ഗോയിങ് ഫോർ ദി മാരേജ് ആർ വെയർ ആം ഈസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈതർ ഓഫ്, നെയ്തർ ഓഫ്. അപ്പോൾ ഏതൊക്കെയാണ്? വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈതർ ഓഫ്, നെയ്തർ ഓഫ്. ഇവയ്ക്ക് ശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബാണ് ആൻസർ. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബാണ് ആൻസർ. പഠിക്കാൻ വളരെ എളുപ്പം. അക്ഷരങ്ങൾ കൂടിക്കൂടി പോകും. ഇവിടെ 1 3 അക്ഷരം, ഈച്ച് 4 അക്ഷരം, എവരി 5 അക്ഷരം, ഈതർ 6 അക്ഷരം, നെയ്തർ 7 അക്ഷരം. അക്ഷരങ്ങൾ കൂടിക്കൂടി പോകും. ഇവിടെ 7 അക്ഷരം. അപ്പോൾ 3 4 5 6 7. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈതർ ഓഫ്, നെയ്തർ ഓഫ്. ഒന്നുകൂടി പറയാം. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈതർ ഓഫ്, നെയ്തർ ഓഫ്. ഇവയിലാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ തുടർന്ന് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു വെർബ് കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഇങ്ങനെ തിരിച്ചറിയും. വെർബിൻ്റെ അവസാനം എസ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അത് സിംഗുലാർ വെർബ്, വെർബിൻ്റെ അവസാനം എസ് ഇല്ലെങ്കിൽ അത് പ്ലൂറൽ വെർബ്. ക്ലിയർ? അത് വെർബായാലും ശരി, ഓക്സിലറി വെർബായാലും ശരി. അപ്പോൾ ഇവിടെ നെയ്തർ ഓഫിലാണ് സെൻറ്റൻസ് ആരംഭിച്ചത്. നെയ്തർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബാണ് ആൻസർ വരേണ്ടത്. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബ്. അവിടെ ചെക്ക് ചെയ്യുക. അസ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണോ? അസ് എന്ന് പറയുമ്പോൾ അവിടെ 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അസ് എന്ന് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ തുടർന്ന് സിംഗുലാർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബ് സിംഗുലർ ആകണമെങ്കിൽ വെർബിൻ്റെ അവസാനത്തെ അക്ഷരം എസ് ആയിരിക്കണം. ആർ പോയി, വെയർ പോയി, ആം പോയി. ആൻസർ ഈസ്. ക്ലിയർ ആണ്? അപ്പോൾ വെർബിൻ്റെ അവസാനത്തെ അക്ഷരം എസ് ആയിരിക്കണം. ഇവിടെ നോക്കുക, ഈസിൻ്റെ അവസാനത്തെ അക്ഷരം എസ് ആണ്. അപ്പോൾ സിംഗുലാർ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. എല്ലാത്തിൻ്റെ അവസാനം എസ് ആണ്. എല്ലാം സിംഗുലാർ വെർബാണ്. ഇവിടെ സിംഗുലാർ വെർബാണെന്ന് അറിയാവുന്നവർ നേരെ ഓപ്ഷനിൽ പോവുക, എസ്സിൽ അവസാനിക്കുന്ന വെർബ് എടുക്കുക, ആൻസർ എഴുതുക. തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദി മിൽക്ക് ഡാഷ് സോർ. ഓൾ ദി മിൽക്ക് ഡാഷ് സോർ. ഇതെങ്ങനെ ആൻസർ ചെയ്ത് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. ഓൾ, എനി, ഹാഫ്. ഏതൊക്കെയാണ്? ഓൾ, എനി, ഹാഫ്. ഇവയിലാണ് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ, ഓൾ, എനി, ഹാഫിലാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ തുടർന്ന് ചെയ്യേണ്ട കാര്യം, തുടർന്ന് കിടക്കുന്ന വാക്ക് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, തുടർന്ന് കിടക്കുന്ന വാക്കൊരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലാർ വെർബ് എഴുതുക. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലാർ വെർബ് എഴുതുക. അൺകൗണ്ടബിൾ നൗൺ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്, എണ്ണാൻ പറ്റാത്തതിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവയ്ക്ക് ശേഷം ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ, കൗണ്ടബിൾ നൗൺ, അതായത് എണ്ണാൻ പറ്റുന്ന നൗണാണ് വരുന്നതെങ്കിൽ തുടർന്ന് പ്ലൂറൽ വെർബ് എഴുതുക. ക്ലിയർ? അപ്പോൾ ഏതൊക്കെയാണ്? ഓൾ, എനി, ഹാഫ്. ഇവയ്ക്ക് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലാർ വെർബ് എഴുതുക. കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ പ്ലൂറൽ വെർബ്. എണ്ണാൻ പറ്റാത്തതാണ് അൺകൗണ്ടബിൾ, സിംഗുലാർ വെർബ് കൊടുക്കുക. എണ്ണാൻ പറ്റുന്നതാണ് കൗണ്ടബിൾ, പ്ലൂറൽ വെർബ് കൊടുക്കുക. ഇത് ചിലർക്ക് എക്സാമ്പിളിൽ പോയിരിക്കും അങ്ങോട്ട് മാറിപ്പോവും. കൗണ്ടബിൾ ഒന്നാലാണോ സിംഗുലർ, പ്ലൂറൽ, അൺകൗണ്ടബിൾ ഒന്നാലാണോ സിംഗുലർ, പ്ലൂറൽ എന്നൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് US എന്ന് പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയ രാജ്യങ്ങളിലൊന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ US എന്ന് പറയുന്നത്. നിങ്ങൾ US എന്നുള്ള കോഡങ്ങ് എഴുതി അങ്ങോട്ട് ഇട്ടിരുന്നാൽ മതി. US എടുക്കുക. U ഫോർ അൺകൗണ്ടബിൾ നൗൺ, S ഫോർ സിംഗുലാർ വെർബ്. ക്ലിയർ ആണോ? U ഫോർ അൺകൗണ്ടബിൾ നൗൺ, S ഫോർ സിംഗുലാർ വെർബ്. അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലാർ വെർബ് എഴുതണം എന്ന് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് മനസ്സിലാക്കാം? കൗണ്ടബിൾ നൗൺ വന്നാൽ പ്ലൂറൽ വെർബ്. അൺകൗണ്ടബിൾ വന്നാൽ സിംഗുലർ ആണോ? പിന്നെ കൗണ്ടബിൾ വന്നാൽ സിംഗുലർ ഓൾറെഡി എഴുതി കഴിഞ്ഞു, പിന്നെ പ്ലൂറൽ അല്ലേ ഉള്ളൂ. കൗണ്ടബിൾ വന്നാൽ പ്ലൂറൽ നൗൺ. അപ്പോൾ US എന്ന് മാത്രം എഴുതിയിട്ടാൽ മതി. അപ്പോൾ ഓൾ, എനി, ഹാഫിന് ശേഷം US എന്ന് പഠിക്കുക. U ഫോർ അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ വന്നാൽ സിംഗുലാർ വെർബ്, ദെൻ കൗണ്ടബിൾ വന്നാൽ പ്ലൂറൽ വെർബ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദി മിൽക്ക് ഡാഷ് സോർ. ഓളിലാണ് സെൻറ്റൻസ് ആരംഭിച്ചിരുന്നത്. ഓളിന് ശേഷം അൺകൗണ്ടബിൾ ആണോ കൗണ്ടബിൾ ആണോ നോക്കാം. മിൽക്ക് എന്നാണ് കിടക്കുന്നത്. മിൽക്ക് എണ്ണാൻ പറ്റുമോ? മിൽക്ക് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല, മിൽക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ മിൽക്ക് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ വന്നു കഴിഞ്ഞാൽ സിംഗുലാർ വെർബാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വെർബ് സിംഗുലർ ആകണമെങ്കിൽ വെർബിൻ്റെ അവസാനത്തെ അക്ഷരം എസ് ആയിരിക്കണം. അപ്പോൾ സിയും പോയി, ബിയും പോയി, സിയും പോയി. കാരണം എന്താ? അവസാനത്തെ അക്ഷരം എസ് അല്ല. ഇവിടെ 2 ഓപ്ഷൻസ് പെൻഡിങ് കിടപ്പുണ്ട്, വാസും ഹാസും.
രണ്ടും സിംഗുലാർ വെർബാണ്. വാസും സിംഗുലാർ വെർബാണ്, ഹാസും സിംഗുലാർ വെർബാണ്. ഇവിടെ ഓൾ ദി മിൽക്ക് വാസ് സോർ എന്ന് എഴുതുമോ, ഓൾ ദി മിൽക്ക് ഹാസ് സോർ എന്ന് എഴുതുമോ? പലർക്കും വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഇവിടെ കറക്റ്റ് ആൻസർ വാസ് ആണ്, തെറ്റായിട്ടുള്ള ആൻസർ ഹാസ് ആണ്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹാസ് എഴുതണമെങ്കിൽ ഒരു സെന്റൻസിന്റെ മുമ്പിൽ, ഒരു വാക്കിന് മുമ്പിൽ ഹാസോ ഹാവോ ഹാഡോ എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ, അതിനുശേഷം V3 ഉണ്ടോ എന്ന് നോക്കുക. ഹാസോ ഹാവോ ഹാഡോ എഴുതണമെങ്കിൽ അതിനുശേഷം V3 ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ എന്താണ് V3 വാക്കുകളൊന്നുമില്ല. ഇവിടെ ഓൾ ദ മിൽക്ക് വാസ് സോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് V3 ഒന്നുമല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഹാസോ ഹാവോ ഹാഡോ അങ്ങനെ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഹാസ് എഴുതുന്ന എവിടെയാണെന്ന് വെച്ചാൽ വാസും ഹാസും അല്ലെങ്കിൽ ഈസും ഹാസും ഒക്കെ എവിടെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പൊസഷൻ സൂചിപ്പിക്കുകയാണ്. കൈവശം, നമ്മുടെ കൈവശം എന്തെങ്കിലും വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാഡ് എ കാർ. ക്ലിയർ? അപ്പോൾ അങ്ങനെ നമ്മുടെ കൈവശം, ഷീ ഹാസ് എ കാർ. ഓക്കെ, അങ്ങനെ കൈവശം എന്തെങ്കിലും വച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് സാധാരണഗതിയിൽ പൊസഷൻ എന്ന് പറയും, ഹാസോ ഹാവോ ഹാഡോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും കൈവശം വച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ക്ലൂ അവിടെ ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹാസിനെ ഹാവിനെ ഹാഡിനെ ഇവിടെ കളയാം. V3 ഇല്ല, കൈവശം വെച്ചിരിക്കുന്ന പൊസിഷൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ മിൽക്കെല്ലാം സോറായിപ്പോയി, പുളിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ദ മിൽക്ക് വാസ് സോറാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രവി സെറ്റ് ഐ ആം ഗോയിങ് ബാക്ക് നെക്സ്റ്റ് വീക്ക്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക, അതാണ് ഇവിടെ ഉദ്ദേശം. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. രവി സെറ്റ് ഐ ആം ഗോയിങ് ബാക്ക് നെക്സ്റ്റ് വീക്ക്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പോർട്ടിംഗ് വെർബായിട്ട് സെഡ് എന്നാണ് വരുന്നതെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെറ്റ് ദാറ്റ് എന്നാക്കി മാറ്റുക. സെഡ് എന്നാണ് വരുന്നതെങ്കിൽ സെറ്റ് ദാറ്റ് എന്നാക്കി മാറ്റുക. പക്ഷേ ഇവിടെ എല്ലാ ഓപ്ഷനകത്തും രവി സെഡ് ദാറ്റ്, രവി സെഡ് ദാറ്റ്, രവി സെഡ് ദാറ്റ്, രവി സെഡ് ദാറ്റ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കവിടെ എലിമിനേഷൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന സെൻറ്റൻസ് ടെൻസ് മാറ്റാൻ പറ്റുന്ന സെൻറ്റൻസ് ആണോ, ടെൻസ് മാറ്റാൻ പാടില്ലാത്ത സെൻറ്റൻസ് ആണോ എന്ന് നോക്കുക. ടെൻസ് മാറ്റാൻ പാടില്ലാത്ത സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, 6-7 ടോപ്പിക് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഏതൊക്കെയെന്ന് വെച്ചാൽ, വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ടെൻസ് മാറ്റാൻ പാടില്ല. ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ടെൻസ് മാറ്റാൻ പാടില്ല. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ടിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ടെൻസ് മാറ്റാൻ പാടില്ല. പ്ലീസിലോ കൈൻഡ്ലിയിലോ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ടെൻസ് മാറ്റാൻ പാടില്ല. ലെറ്റസിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ടെൻസ് മാറ്റാൻ പാടില്ല. അതുപോലെ സെയ്സ് എന്ന് റിപ്പോർട്ടിംഗ് വെർബ് വരികയാണ്, SAOS. സെയ്സ് എന്ന് റിപ്പോർട്ടിംഗ് വെർബ് വരികയാണെങ്കിൽ അവിടെയും ടെൻസ് മാറ്റാൻ പാടില്ല. പക്ഷെ നമുക്ക് ഈ കേസ് ഒന്നും ഇവിടെ ബാധകമല്ല. വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് അല്ല, സെയ്സ് എന്ന് റിപ്പോർട്ടിംഗ് വെർബ് ഇല്ല, സെഡ് എന്നാണ് കിടക്കുന്നത്. ലെറ്റസിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് അല്ല, പ്ലീസോ കൈൻഡ്ലിയോ അല്ല. ദെൻ ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ടിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളല്ല. ക്ലിയർ? ഇനി യൂണിവേഴ്സൽ ട്രൂത്തോ ഹിസ്റ്റോറിക്കൽ ട്രൂത്തോ ഒന്നുമല്ല, ഒരു കൊട്ടേഷനോ ഒന്നുമല്ല. അപ്പോൾ ഇതൊരു സാധാരണ സെൻറ്റൻസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ടെൻസ് മാറ്റാൻ പാടില്ലാത്ത ഒരു സെൻറ്റൻസ് അല്ല ചോദിക്കുന്നത്, ഒരു സാധാരണ സെൻറ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഓക്കെ, ഒരു സാധാരണ സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ അത് ആൻസർ ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. നേരെ നിങ്ങൾ ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോയിട്ട് V1 അല്ലെങ്കിൽ വെർബിനൊപ്പം yes or yes അവിടെ ക്യാൻസൽ ചെയ്ത് കളയുക. V1 അല്ലെങ്കിൽ വെർബിനൊപ്പം yes or yes അവിടെ ക്യാൻസൽ ചെയ്ത് കളയുക. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. വിൽ, ഷാൽ, ക്യാൻ, മേ, ഇതൊക്കെയാണ്. വിൽ, ഷാൽ, ക്യാൻ, മേ എന്നൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. അതായത് പ്രത്യേകതകൾ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് ഡു നോട്ടോ പ്ലീസോ കൈൻഡോ വെർബിലോ ആരംഭിക്കുന്ന സെൻറ്റൻസോ അങ്ങനെ ടെൻസ് മാറ്റാൻ പാടില്ലാത്തൊരു പ്രത്യേക ടൈപ്പ് സെൻറ്റൻസ് ഒന്നുമല്ല, ഇത് സാധാരണ സെൻറ്റൻസ് ആണ്. അങ്ങനെ ഒരു സാധാരണ സെൻറ്റൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നേരെ ഓപ്ഷനിൽ പോവുക. V1 അല്ലെങ്കിൽ വെർബിനൊപ്പം yes or yes, റൈറ്റ്, റൈറ്റ്സ്, സ്പീക്ക്, സ്പീക്സ്, ഗോ, ഗോസ് അങ്ങനെ കിടക്കുകയാണ്. സെൻറ്റൻസിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. വിൽ, ഷാൽ, ക്യാൻ, മേ ക്യാൻസൽ ചെയ്ത് കളയുക. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. രവി സെഡ് ദാറ്റ് ഹി വാസ് റിട്ടേണിംഗ് ദി ഫോളോയിങ് വീക്ക്. ഞാൻ പറഞ്ഞു V1 അല്ലെങ്കിൽ വെർബിനൊപ്പം yes or yes ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും V1 വെർബിനൊപ്പം yes or yes കിടപ്പുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഓപ്ഷൻ പോയി. ദെൻ ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനകത്ത് ഈസെന്ന് കിടപ്പുണ്ട്, പോയി. അത് ആൻസറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ദെൻ വിൽ, ഷാൽ, ക്യാൻ, മേ ക്യാൻസൽ ചെയ്ത് കളയാൻ പറഞ്ഞു. വിൽ, ഷാൽ, ക്യാൻ, മേ, വിൽ എന്നിവിടെ കിടപ്പുണ്ട്, ക്യാൻസലായി. ഷാൽ, ക്യാൻ, മേ, ഷാൽ എന്നിവിടെ കിടപ്പുണ്ട്, ക്യാൻസലായി. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്, 3 എണ്ണവും ക്യാൻസലായി. ആൻസർ എ. ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ പോവാം. V1 അല്ലെങ്കിൽ വെർബിനൊപ്പം yes or yes ക്യാൻസൽ ചെയ്ത് കളയാം. ഈസോ ആമോ ആറോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം.
വിൽ, ഷാൽ, ക്യാൻ, മേ ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളിവിടെ ഈസ് ക്യാൻ കളഞ്ഞു, വില്ലും ഷാലും കളഞ്ഞു. അങ്ങനെ കളഞ്ഞപ്പോൾ തന്നെ 3 എണ്ണവും പോയി, ബാക്കി ഒരെണ്ണമേ പെൻഡിങ് ഉള്ളൂ. എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ മാൻ വർക്ക്ഡ് ഇൻ ദി ഫീൽഡ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. ദ മാൻ വർക്ക്ഡ് ഇൻ ദി ഫീൽഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് പാസീവ് വോയിസിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചോളാം. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയാലും തിരിച്ച് പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റിയാലും തന്നിരിക്കുന്ന ടെൻസ് മാറ്റാൻ പാടില്ല. ക്വസ്റ്റ്യൻ പ്രസന്റ് ആണെങ്കിൽ ആൻസറും പ്രസന്റ്, ക്വസ്റ്റ്യൻ പാസ്റ്റ് ആണെങ്കിൽ ആൻസറും പാസ്റ്റ്. ഈ ബേസിക് പോയിന്റ് എപ്പോഴും കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയാലും പാസീവിൽ നിന്ന് തിരിച്ച് ആക്റ്റീവിലേക്ക് മാറ്റിയാലും ടെൻസ് മാറ്റാൻ പാടില്ല. ക്ലിയർ? ക്വസ്റ്റ്യൻ പ്രസന്റ് ആണെങ്കിൽ ആൻസറും പ്രസന്റ് ആയിരിക്കണം, ക്വസ്റ്റ്യൻ പാസ്റ്റ് ആണെങ്കിൽ ആൻസറും പാസ്റ്റ് ആയിരിക്കണം. ദി മാൻ വർക്ക്ഡ് ഇൻ ദി ഫീൽഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതുപോലെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, പാസീവ് വോയിസിൽ V3 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആക്റ്റീവ് വോയിസിൽ V1 ഉപയോഗിക്കാം, വെർബിനൊപ്പം SORES ഉപയോഗിക്കാം, V2 ഉപയോഗിക്കാം, V3 ഉപയോഗിക്കാം, വെർബ് പ്ലസ് ING ഉപയോഗിക്കാം. എന്നാൽ പാസീവ് വോയിസിൽ വെർബിൻ്റെ 3ാമത്തെ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദ മാൻ വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർക്ക്ഡ് എന്ന് പറയുന്ന വാക്കെടുക്കുക. ഒരു സെൻറ്റൻസിലെ ടെൻസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ്, ഒരു സെൻറ്റൻസിലെ ടെൻസ് കണ്ടുപിടിക്കാനായിട്ട് ആ സെൻറ്റൻസിലെ വെർബോ ഓക്സിലറി വെർബോ മാത്രം നോക്കിയാൽ മതി. ഏതൊരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാലും ആ സെൻറ്റൻസിലെ വെർബിനും ഓക്സിലറി വെർബിനും മാത്രമേ ടെൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, വർക്ക്ഡ് എന്ന് കിടക്കുന്നതാണ് വെർബ്. നമുക്ക് ING ഇടാൻ പറ്റും. വെർബിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ING ഇടാൻ പറ്റും. ദ മാൻ ഇൻ ദ ഫീൽഡ്, വേറെ ഒന്നിൻ്റെ കൂടെ ING ഇടാൻ പറ്റത്തില്ല. എന്നാൽ വർക്ക് എന്ന വാക്കിനോട് ING ഇടാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ വെർബ് എന്ന് പറയുന്നത്. ആ വെർബ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കുക. ഇവിടെ വർക്ക്ഡ് എന്ന് പറയുന്നത് V2 ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. വർക്ക്സ് എന്നോ ആയിരുന്നെങ്കിൽ അത് പ്രസൻറ്റ്, വർക്ക്ഡ് എന്ന് കിടക്കുന്നുണ്ട് അത് V2. ആക്റ്റീവ് വോയിസിൽ V2 വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഓർക്കുക, ആക്റ്റീവ് വോയിസിൽ ഒരു V2 വന്നു കഴിഞ്ഞാൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ നേരെ ഓപ്ഷനിൽ പോവുക, വാസ് അല്ലെങ്കിൽ വെയർ എന്ന് കിടക്കുന്നത് നമ്മുടെ ആൻസർ. ക്ലിയർ ആണ്? ആക്റ്റീവ് വോയിസിൽ V2 വന്നു കഴിഞ്ഞാൽ പാസീവിലേക്ക് പോയി നോക്കുക, വാസ് അല്ലെങ്കിൽ വെയർ എന്ന് കിടക്കുന്നതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വാസ് എന്ന് കിടക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷനകത്ത് മാത്രമേ വാസ് എന്ന് കിടപ്പുള്ളൂ. എയും പോയി, സിയും പോയി. എയും സിയും പിന്നെ ആൻസറായിട്ട് എടുക്കണ്ട. കാരണം V2 അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ V2 വർക്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, ടെൻസ് മാറ്റാൻ പാടില്ല. അപ്പോൾ ആൻസറും പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ രണ്ടിടത്തും എന്താ ഈസ് എന്നാണ് കിടക്കുന്നത്. ഈസ് പ്രസൻറ്റ് ടെൻസ് ആണ്, അങ്ങനെയും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ഇല്ലെങ്കിൽ V2 വന്നു കഴിഞ്ഞാൽ വാസ് എന്നോ വേറൊന്നോ ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ബിയും ഡിയും മാത്രമേ നമുക്കിനി പെൻഡിങ് ഉള്ളൂ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിക്കകത്ത് കിടക്കുന്നത് വർക്കിംഗ് എന്നാണ് കിടക്കുന്നത്, ING. എപ്പോഴും ആക്റ്റീവ് പാസീവ് വോയിസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യനകത്ത് ING ഉണ്ടെങ്കിൽ മാത്രമേ ആൻസറിനകത്ത് ING ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്വസ്റ്റ്യനകത്ത് ING ഉണ്ടെങ്കിൽ ആൻസറിനകത്ത് ING ഉപയോഗിച്ചിരിക്കണം. എന്നാൽ ക്വസ്റ്റ്യനകത്ത് ING ഉണ്ടെങ്കിൽ മാത്രമേ ആൻസറിനകത്ത് ING ഉപയോഗിക്കാനും പാടുള്ളൂ. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? ഇവിടെ നോക്കുക, ദ മാൻ വർക്ക്ഡ് ഇൻ ദി ഫീൽഡ്. ക്വസ്റ്റ്യനകത്ത് എവിടെയെങ്കിലും ING ഫോം കിടപ്പുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനകത്ത് ING ഫോം ഇല്ലെങ്കിൽ ആൻസറിനകത്ത് ING ഫോം വരാൻ പാടില്ല. ബിയും ക്യാൻസലായി, ആൻസർ ഡി ആണ്. ക്ലിയർ ആണ്? ഇവിടെ ക്വസ്റ്റ്യനകത്ത് ING ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആൻസറിനകത്ത് ING വരുന്നത് ബീയിങ്ങോ അങ്ങനെ ING വരുന്നത് എടുക്കാമായിരുന്നു. ക്വസ്റ്റ്യനകത്ത് ING ഇല്ലെങ്കിൽ ആൻസറിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും ING എഴുതാൻ പോകരുത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയാലും പാസീവിൽ നിന്ന് തിരിച്ച് ആക്റ്റീവിലേക്ക് മാറ്റിയാലും തന്നിരിക്കുന്ന ടെൻസ് മാറ്റാൻ പാടില്ല. പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ്, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ്. ക്വസ്റ്റ്യനകത്ത് V2 വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്ഷനിൽ പോവുക, വാസ് എന്നോ വേറൊന്നോ വരുന്നത് നമ്മുടെ ആൻസർ. ഇവിടെ 2 ഓപ്ഷനകത്ത് വാസ് കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ ING കിടക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് ING ഉണ്ടെങ്കിൽ ആൻസറിനകത്ത് ING വരാൻ പാടുള്ളൂ. അപ്പോൾ അതും ക്യാൻസലായി, ഡി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷീ ഈസ് സീനിയർ ഡാഷ് ഇസ് ബ്രദർ ബൈ 2 years ദാൻ ബൈ 2 വിത്ത്. ഓപ്ഷൻസ് കണ്ടാൽ മനസ്സിലാക്കുള്ളൂ, അത് പ്രിപ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദാൻ ബൈ 2 വിത്ത്, ഇതിൽ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരും ഈ സീനിയർ ജൂനിയർ എന്ന് കാണുമ്പോൾ ചാടിക്കറി ദാൻ എന്ന് എഴുതാറുണ്ട്. അത് തെറ്റാണ്. സീനിയർ ടു ഹിസ് ബ്രദർ ബൈ 2 years ആണ് കറക്റ്റ് ആൻസർ. ഈ പറയുന്ന വാക്കുകൾ കൃത്യമായി പഠിക്കുക. സീനിയർ ടു, ജൂനിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു. അതുപോലെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരെണ്ണം പ്രിഫർ ടു, റെഫർ ടു. ഏതൊക്കെയാണ്? പ്രിഫർ ടു, റെഫർ ടു. അപ്പോൾ സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു, ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു. അപ്പോൾ 6 വാക്കുകളായി. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു. ദെൻ കുറച്ച് വാക്കുകൾ ഇങ്ങനെ പഠിക്കുക. ഹേമ, ഹേമയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം.
ഹേമ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഹേമ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എച്ച് വെച്ചിട്ട് ഹാംഫുൾ ടു, ഇ വെച്ച് എക്സ്പ്ലെയിൻ ടു, എം വെച്ച് മെനേസ് ടു, MENACE, മെനേസ് ടു, എ വെച്ചിട്ട് എഗ്രി ടു, എഗ്രിയുടെ ടൂവും വിത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹേമ എന്ന് പഠിക്കുക. ഹാംഫുൾ ടു, എക്സ്പ്ലെയിൻ ടു, മെനേസ് ടു, എഗ്രി ടു. അതുപോലെ ഹേമ ഓടയിൽ വീണു എന്നങ്ങ് പഠിച്ചാൽ മതി. ഹേമ ഓടയിൽ വീണു. ഓ വെച്ചിട്ട് ഒബ്ലൈജ്ഡ് ടു, ഡി വെച്ച് ഡിവോട്ടഡ് ടു, എ വെച്ച് അഡിക്റ്റഡ് ടു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഹേമ ഓടയിൽ വീണു എന്നങ്ങ് പഠിക്കുക. ഹേമ എക്സ്പ്ലെയിൻ ചെയ്യുക, HEMA, എച്ച് വെച്ചിട്ട് ഹാംഫുൾ ടു, ഇ എക്സ്പ്ലെയിൻ ടു, എം മെനേസ് ടു, എ എഗ്രി ടു. ഓടയിൽ വീണു, ഈ 3 വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ലൈജ്ഡ് ടു, ഡിവോട്ടഡ് ടു, അഡിക്റ്റഡ് ടു. ഹീ ഈസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഹീ ഈസ് അഡിക്റ്റഡ് വിത്ത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഹീ ഈസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് എന്നാണ് കറക്റ്റ്. അപ്പോൾ ഒബ്ലൈജ്ഡ് ടു, ഡിവോട്ടഡ് ടു, അഡിക്റ്റഡ് ടു. ഹേമ ഓടയിൽ വീണു എന്നങ്ങ് പഠിക്കുക. ഹേമ ഓടയിൽ വീണു. ഹാംഫുൾ ടു, എക്സ്പ്ലെയിൻ ടു, മെനേസ് ടു, എഗ്രി ടു, ഒബ്ലൈജ്ഡ് ടു, ഡിവോട്ടഡ് ടു, അഡിക്റ്റഡ് ടു. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു. ഐ പ്രിഫർ കോഫി ഡാഷ് ടീ, ഐ പ്രിഫർ കോഫി ടു ടീ ആണ് ആൻസർ. ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു. ഇത്രയും വാക്കുകളെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്തർ ഓഫ് ദി ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് വാക്കുകൾ കൃത്യമായി കാണാൻ പഠിച്ചിരിക്കണം. ചില നെഗറ്റീവ് വാക്കുകളാണ് ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. ഇടയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി നെഗറ്റീവ് വേർഡ്സ് ആണ്. സെൽഡം, ഫ്യൂ, ലിറ്റിൽ നെഗറ്റീവ് വേർഡ്സ് ആണ്. സെൽഡം, ഫ്യൂ, ലിറ്റിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആ വാക്കുകൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് തരാറുണ്ട്. സെൽഡം, ഫ്യൂ, ലിറ്റിൽ. അപ്പോൾ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ തുടങ്ങിയ വാക്കുകളെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അത് കൂടാതെ പഠിക്കേണ്ട നെഗറ്റീവ് വേർഡ്സ് ആണ് നോ, നോർ, നൺ, നെവർ, നെയ്തർ. ഈ വാക്കുകളൂടെ പഠിച്ചു വെച്ചേക്കുക. നോ, നോർ, നൺ, നെവർ, നെയ്തർ. അതുപോലെ തന്നെ നിൽ, നത്തിങ്. അപ്പോൾ ഏതൊക്കെയാണ്? നോ, നോർ, നൺ, നെവർ, നെയ്തർ. പഠിക്കാനുള്ളത് അപ്പോൾ നോ 2 അക്ഷരം, നോർ 3 അക്ഷരം, നൺ 4 അക്ഷരം, നെവർ 5 അക്ഷരം. അപ്പോൾ 2, 3, 4, 5 ഇത് 5ൽ കൂടുതലുണ്ട്. നെയ്തർ ക്ലിയർ. അപ്പോൾ നോ, നോർ, നൺ, നെവർ, നെയ്തർ ഈ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. നില്ലെന്നോ നത്തിങ് എന്നോ പലപ്പോഴും നത്തിങ്ങിലൊക്കെ സെൻറ്റൻസ് ആരംഭിക്കാറുണ്ട്. പലരും തിരിച്ചറിയാറില്ല, അതൊക്കെ നെഗറ്റീവ് വാക്കുകളാണ്. ക്ലിയർ. അപ്പോൾ നത്തിങ്ങിനകത്ത് നോ എന്ന് കിടപ്പുണ്ട്, നെഗറ്റീവാണ്. നോ, ദെൻ നോറിനകത്ത് നോ ഉണ്ട്, നണ്ണിനകത്ത് നോ ഉണ്ട്. ഇതെല്ലാം നെഗറ്റീവ് വാക്കുകളാണ്. നോ വൺ, നോ ബഡി. ഇപ്പോൾ നോ എന്ന് മാത്രമേ പഠിച്ചുള്ളൂ. നോ വൺ, നോ ബഡി വന്നു, നെഗറ്റീവാണ്. അപ്പോൾ നോ, നോർ, നൺ, നെവർ, നെയ്തർ, നിൽ, നത്തിങ് ഈ വാക്കുകളെല്ലാം നെഗറ്റീവാണ്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ തുടങ്ങിയ വാക്കുകളും നെഗറ്റീവ് വാക്കുകളാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിൽ എഴുതുക. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവിൽ എഴുതുക. ഇവിടെ നെയ്തർ ഓഫ് ദി ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. അവിടെ നെയ്തർ എന്നിവിടെ കിടക്കുന്നതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവിൽ എഴുതണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഇവിടെ പോയി. ഡിഡിൻ്റെ ദേ ഇവിടെ ഇൻറ്റെന്ന് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ പോയി. പിന്നെ മറ്റൊരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. ദേ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ്. ഇവിടെ 4 ഓപ്ഷൻ അത് ദേ എന്നാണ് PSC കൊടുത്തിരിക്കുന്നത്. ദേ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ ദേ സബ്ജക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ ഓപ്ഷനിൽ പോവുക. 4ലും ദേ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ നിൽക്കേണ്ട, നേരെ ഓപ്ഷനിൽ പോയിട്ട് ഈസ് ദേ, ഈസ് ഇൻറ്റ് ദേ, വാസ് ദേ, വാസ് ഇൻറ്റ് ദേ, ഡസ് ദേ, ഡസ് ഇൻറ്റ് ദേ, ഹാസ് ദേ, ഹാസ് ഇൻറ്റ് ദേ. ഇതൊക്കെയാണ് ഈസ് ദേ, ഈസ് ഇൻറ്റ് ദേ, വാസ് ദേ, വാസ് ഇൻറ്റ് ദേ, ഡസ് ദേ, ഡസ് ഇൻറ്റ് ദേ, ഹാസ് ദേ, ഹാസ് ഇൻറ്റ് ദേ. ഇങ്ങനെ ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ അതിനെ ആദ്യമേ വെട്ടിക്കളയുക. ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ നിൽക്കേണ്ട. കാരണം ദേ പ്ലൂറലും ദേയുടെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞ ഓക്സിലറി വെർബുകളായ ഈസ്, വാസ്, ഹാസ്, ഡസ് ഞാൻ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഈസ്, വാസ്, ഹാസ്, ഡസ് എല്ലാം എസ്സിൽ അവസാനിക്കുന്ന ഓക്സിലറി വെർബുകളാണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം സിംഗുലാർ വെർബുകളാണ്. അപ്പോൾ ദേ പ്ലൂറലും ഈസും, വാസും, ഹാസും, ഡസ്സും എല്ലാം സിംഗുലറുമായതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ ഓക്സിലറി വെർബുകളുടെ പോസിറ്റീവ് ടാഗോ നെഗറ്റീവ് ടാഗോ ദേയുടെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസിൻ്റെ ദേ, വാസിൻ്റെ ദേ, ഡസിൻ്റെ ദേ, ഹാസിൻ്റെ ദേ. ഇങ്ങനെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ നിൽക്കേണ്ട, അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഡസ് ദേ എന്ന് കിടപ്പുണ്ട്. ദേ പ്ലൂറലും ഡസ് എസ്സിൽ അവസാനിക്കുന്നതുകൊണ്ട് സിംഗുലർ ഓക്സിലറി വെർബാണ്. ദേ ഡസ് എന്ന് ഒരിക്കലും പറയത്തില്ല, ദേ ഡു എന്നേ പറയത്തുള്ളൂ. ക്ലിയർ ആണ്. നമ്മൾ ദേ ഈസ് പ്ലേയിങ് എന്ന് പറയൂ, ഇല്ല ദേ ആർ പ്ലേയിങ് എന്ന് പറയത്തുള്ളൂ. ദേ വാസ് പ്ലേയിങ് എന്ന് പറയൂ, ഇല്ല ദേ വേർ പ്ലേയിങ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആ ഓക്സിലറി വെർബുകൾ ദേയുടെ കൂടെ കിടക്കുകയാണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളിവിടെ 2 ഓപ്ഷൻ പോയി. ഇനി ഡു ദേയും ഉണ്ട്, ഡിഡ് ദേയും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെന്റൻസിൽ ഓക്സിലറി വെർബുകൾ ഇല്ല. നെയ്തർ ഓഫ് ദി ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, അങ്ങനെ ഒരു ഓക്സിലറി വെർബിനകത്ത് പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന സെൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ആ സെന്റൻസിലെ മെയിൻ വെർബിനെ എടുക്കുക. മെയിൻ വെർബിനെ എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾ ആ മെയിൻ വെർബിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്താലും യു വിൽ ഗെറ്റ് ഓൺലി 3 ആൻസേഴ്സ്. ഡു, ഡിഡ്, ഡസ്. ഡു, ഡിഡ്, ഡസ് എന്നീ 3 ആൻസർ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതിനെ ഡു എഴുതും? V1 ആണെങ്കിൽ ഡു എഴുതുക, V2 ആണെങ്കിൽ ഡിഡ് എഴുതുക. വെർബിൻ്റെ അവസാനം യെസ് ആണെങ്കിൽ, വെർബിൻ്റെ അവസാനം യെസ്സോ ഇയെസ്സോ ആണെങ്കിൽ ഡസ് എഴുതുക. ഇതാണ് ഏറ്റവും എളുപ്പവഴി. അപ്പോൾ 1 ആണെങ്കിൽ 2 ഡു എഴുതുക, 2 ആണെങ്കിൽ 3 അക്ഷരമുള്ള എഴുതുക, ഡിഡ് എഴുതുക. ഇവിടെ 1 ഇവിടെ 2 എന്നാണ് കിടക്കുന്നത്. 1 ആണെങ്കിൽ 1ൽ നിന്ന് ഒന്നുകൂടെ കൂട്ടിയാൽ മതി, 2 എന്ന് ഓർക്കുക. ഇവിടെ 2 അക്ഷരമുള്ള ഏതാണ്? ഡു, ഡിഡ്, ഡസിൽ 2 അക്ഷരമുള്ളത് ഡിഡ് ആണ്. 1 ആണെങ്കിൽ 2 അങ്ങനെ പഠിക്കുക, ഡു. ഇനി 2 ആണെങ്കിൽ അതിനോട് ഒന്നുകൂടെ കൂട്ടുക, 2 ആണെങ്കിൽ 3. ഡു, ഡിഡ്, ഡസിൽ 3 അക്ഷരമുള്ള ഏതാണ്? ഡിഡ് ആണ്. 1, 2, 3. അപ്പോൾ 2 ആണെങ്കിൽ 3, 2 വന്നാൽ ഡിഡ്. ഇനി വെർബിനൊപ്പം എസ് ഓർ ഇ എസ് വന്നാൽ ഡു, ഡിഡ്, ഡസിൽ എസ്ഒ ഇ എസ്ഒ കിടക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡസ് ആണത്. അപ്പോൾ വെർബിനൊപ്പം എസ്, റൈറ്റ്സ്, സ്പീക്സ്, ടേക്സ് എന്നൊക്കെ വന്നാൽ ഡസ് എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ നോക്കുക. V1 ആണെങ്കിൽ ഡു എഴുതുക, V2 ആണെങ്കിൽ ഡിഡ് എഴുതുക. വെർബിൻ്റെ അവസാനം എസ് എന്നോ ഇ എസ്ഒ വന്നാൽ ഡസ് എഴുതുക. ഇതാണ് പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എടുക്കുക. നെയ്തർ ഓഫ് ദി ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. വെർബ് എടുക്കുന്നത് എങ്ങനെയാണ്? ഏത് വാക്കാണോ സംശയമുള്ളത് അതിനോട് ING ഇട്ട് വെക്കുക. നെയ്തറിനോട് ING ഇടാൻ പറ്റത്തില്ല, ഓഫ് പ്രിപ്പോസിഷനാണ്, ദ ആർട്ടിക്കിളാണ്. ബ്രദറിൻ്റെ കൂടെ ING ഇടാൻ പറ്റത്തില്ല. ന്യൂവിൻ്റെ കൂടെ ING ഇടാൻ പറ്റും, ന്യൂവിൻ്റെ കൂടെ ING ഇടാൻ പറ്റത്തില്ല. പക്ഷേ ന്യൂവിൻ്റെ ബേസ് ഫോം എടുക്കുക. നോയാണ് ബേസ് ഫോം. നോ V1, ന്യൂ V2, നോൺ V3. നോ V1, ന്യൂ V2, നോൺ V3. അപ്പോൾ നോയുടെ ING ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന വാക്ക് ഒരു സ്പെസിഫിക് കേസാണ്. നോയുടെ ശരിക്കും ING ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു വാക്കിന് V1, V2, V3 ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വെർബാണ്. അപ്പോൾ നോ, ന്യൂ, നോൺ അത് വെർബാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ന്യൂ ആണ് വെർബ്. ഇനി ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുക. ന്യൂവിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡു എന്നോ ഡിഡ് എന്നോ ഡസ് എന്നോ കിട്ടത്തുള്ളൂ. ന്യൂ V1 ആണെങ്കിൽ നിങ്ങൾക്ക് ഡു എന്ന് എഴുതാം, ന്യൂ V2 ആണെങ്കിൽ ഡിഡ് എന്ന് എഴുതാം. ഡസ് ആദ്യമേ കളയുക, കാരണം നോസ് എന്ന് വന്നാൽ മാത്രമേ, അവിടെ എസ് വന്നാലേ ഡസ് എഴുതാവൂ. ന്യൂ എന്ന വാക്ക് V2 ആയതുകൊണ്ട്, ന്യൂ എന്ന വാക്ക് V2 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഡിഡ് ആണ്. അപ്പോൾ ഡു ദേയും പോയി ആൻസർ ഡിഡ് ദേ ആണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഹാഡ് നോൺ യു വെയർ ഇൻ ഹോസ്പിറ്റൽ, കോമ ഡാഷ്. ഇഫ് എന്നൊരു സെൻറ്റൻസിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ. ഇഫ് എന്ന് ഒരു സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ വരാം, സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ വരാം. സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും ഇഫ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ. ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിതാണ് ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ്. ഏതൊക്കെയാണ്? ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ്. ഇങ്ങനെയാണ് ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ വുഡ് ഹാവ് പ്ലസ് V3 ആണ് നമ്മുടെ ആൻസർ. ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ആൻസർ എന്താണ്? ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇഫ് ക്ലോസിൻ്റെ ഒരു സെൻറ്റൻസിനകത്ത് ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ് എന്ന് വരികയാണെങ്കിൽ ആൻസർ വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് മാത്രമേ എഴുതാമോ എന്ന് ചോദിച്ചാൽ അല്ല. വുഡ് എഴുതാം, ഷുഡ് എഴുതാം, കുഡ് എഴുതാം, മൈറ്റ് എഴുതാം. ഇതിലേതും എഴുതാം. വുഡ് ഹാവ് പ്ലസ് V3 എഴുതാം, ഷുഡ് ഹാവ് പ്ലസ് V3 എഴുതാം, കുഡ് ഹാവ് പ്ലസ് V3 എഴുതാം, മൈറ്റ് ഹാവ് പ്ലസ് V3. ഇതിലെല്ലാം ആൻസറാണ്. ഈ 3 പോയിന്റ് പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ആൻസർ. ഇവിടെ നോക്കാം. ഇഫ് എന്ന് കിടക്കുന്നുണ്ട്, അത് ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസ് ആണ്. ഹാഡ് നോൺ എന്നാണ് കിടക്കുന്നത്. ഹാഡ് നോൺ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ആൻസർ. ഇവിടെ വുഡ് ഹാവ് എന്ന് കിടക്കുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പലർക്കും തെറ്റ് പറ്റുന്നൊരു ക്വസ്റ്റ്യനാണിത്. പലരുടെയും വിചാരം കം എന്ന വാക്കിൻ്റെ V1, V2, V3 കം, കെയിം എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. കം V1, കെയിം V2, കം തന്നെയാണ് V3. കം V1, കെയിം V2, കം തന്നെയാണ് V3. ഇത് പലരും
മറന്നു പോകാറുണ്ട്, എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. കം, കെയിം, കം. അപ്പോൾ കം, കെയിം, കം എന്ന് പറയുമ്പോൾ V1ഉം V3യും കം തന്നെയാണ്, അത് എപ്പോഴും ഓർക്കുക. അപ്പോൾ നമ്മൾ V3 ആണ് ഏതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എപ്പോഴും? ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഹാവിൻ്റെ കൂടെ നമ്മൾ V1ഉം V2 ഉപയോഗിക്കാറില്ല. ഹാവ് റൈറ്റ്, ഹാവ് റോട്ട് എന്ന് പറയത്തില്ല, ഹാവ് റിട്ടൺ എന്ന് മാത്രമേ പറയൂ. ക്ലിയർ? അപ്പോൾ ഹാവിൻ്റെ കൂടെ ഇവിടെ ഉപയോഗിക്കേണ്ടത് V3 ആണ്. അപ്പോൾ ഡി എന്ന ഓപ്ഷനും പോയി. ആൻസർ എന്താണ്? ഐ വുഡ് ഹാവ് കം ടു സീ യു ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? അപ്പോൾ ഐ വുഡ് ഹാവ് കം ടു സീ യു, കാരണം എന്താണ്? ഇവിടെ കം ആണ് V3, ഈ കെയിം എന്ന് പറയുന്നത് V2 ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ആൻസർ വുഡ് ഹാവ് പ്ലസ് V3. ഇനി വുഡ് ഹാവ് ഇല്ലെങ്കിൽ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് V3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വുഡ് യു മൈൻഡ് ഡാഷ്, കംസ് വിത്ത് മീ, കെയിം വിത്ത് മീ, കമ്മിങ് വിത്ത് മീ, കം വിത്ത് മീ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഈ പറയുന്ന വാക്കുകൾ കൃത്യമായി പഠിക്കുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഇറ്റ് ഈസ് വെർത്ത്. ഈ 4 വാക്കുകൾ പഠിക്കുക. ഈ 4 വാക്കുകൾക്ക് ശേഷവും വെർബ് പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഈ 4 വാക്കുകൾക്ക് ശേഷവും അല്ലെങ്കിൽ 4 യൂസേജുകൾക്ക് ശേഷവും വെർബ് പ്ലസ് ING ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഇറ്റ് ഈസ് വെർത്ത്. ക്ലിയർ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ ആണ് ആൻസർ. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ, ഡു യു മൈൻഡ് കമ്മിങ് വിത്ത് മീ, I look forward to watching the film. It is worth watching the film. Clear? അപ്പോൾ ഇതിനോടൊപ്പം എല്ലാം ഉപയോഗിക്കേണ്ടത് വെർബ് പ്ലസ് ING ആണ്. നേരെ ഓപ്ഷനിൽ പോവുക, 4 ഓപ്ഷൻ നോക്കുക, വെർബ് പ്ലസ് ING കിടക്കുന്നതോ അത് ആൻസർ. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ഇറ്റ് ഈസ് വെർത്ത്, ലുക്ക് ഫോർവേഡ് ടു. ഈ യൂസേജുകൾക്ക് ശേഷം വെർബ് പ്ലസ് ING ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അറ്റ് 6s and 7s മീൻസ്. അറ്റ് 6s and 7s എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അറ്റ് 6s and 7s മീൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ്. ഇവിടെ പകരം കൺഫ്യൂസ്ഡ് എന്ന് കൊടുക്കുന്നതാണ് ആൻസർ. അറ്റ് 6s and 7s എന്ന് വെച്ചാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് ആൻസർ. നമുക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ഇഡിയംസോട് നോക്കാം. ഒന്ന് ഹോപ്സൺസ് ചോയ്സ്. ഹോപ്സൺസ് ചോയ്സ് എന്ന് വെച്ചാൽ നോ ചോയ്സ് അറ്റ് ഓൾ എന്നാണ് ആൻസർ. ഹോപ്സൺസ് ചോയ്സ് എന്ന് വെച്ചാൽ നോ ചോയ്സ് അറ്റ് ഓൾ എന്നാണ് ആൻസർ. ഹോപ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം പഠിക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനകത്ത് ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, ബെസ്റ്റ് ചോയ്സ്, ലാസ്റ്റ് ചോയ്സ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് കിടക്കാം. ആൻസർ നോ ചോയ്സ് അറ്റ് ഓൾ എന്നാണ് ആൻസർ. ഓപ്ഷൻ ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് ടൈഡി. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളതിനെയാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത്. സ്പിക്ക് ആൻഡ് സ്പാൻ, ക്ലീൻ ആൻഡ് ടൈഡി. ഊൾഫിഷ് ഐ എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക ഗ്രീഡി അല്ലെങ്കിൽ ഗ്രീഡിനെസ് ആണ്. ഊൾഫിഷ് ഐ എന്ന് വെച്ചാൽ ഗ്രീഡി അല്ലെങ്കിൽ ഗ്രീഡിനെസ് എന്നാണ് വേണ്ടത്. ഗ്രീഡ് എന്ന് വെച്ചാൽ ആർത്തി എന്നാണ്. ഊൾഫിഷ് ഐ, ഗ്രീഡ്നെസ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ ഫോർ ആൻഡ് എഗിനിസ്റ്റ് എന്നാണ് അർത്ഥം. ഒരു ടോപ്പിക്കിന് പ്രോസ് ആൻഡ് കോൺസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന് ഫോറായിട്ട് സപ്പോർട്ട് ചെയ്തും അതിന് എഗിനിസ്റ്റ് ആയിട്ടും എഴുതുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നർത്ഥം. ടു പ്രസൻറ്റ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് വെച്ചാൽ ആ ടോപ്പിക്കിൻ്റെ ഫോറായിട്ടും എഗിനിസ്റ്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്തും എഗിനിസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നാണ് അർത്ഥം. പ്രോസ് ആൻഡ് കോൺസ് മീൻസ് ഫോർ ആൻഡ് എഗിനിസ്റ്റ്. 40 വിങ്സ് എന്ന് വെച്ചാൽ എ ഷോർട്ട് സ്ലീപ്പ് എന്നാണ് അർത്ഥം. എ ഷോർട്ട് സ്ലീപ്പ് എന്നാണ് അർത്ഥം. 40 അതായത് വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ളൊരു മയക്കം, ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ മയങ്ങിയിട്ട് ഉണരുന്നതിനാണ് 40 വിങ്സ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ കുറച്ച് നേരമൊക്കെ ഒന്ന് മയങ്ങിയിട്ട് എണീക്കാറുണ്ട്, അതിനെ 40 വിങ്സ് എന്നാണ് പറയുന്നത്. എ ഷോർട്ട് സ്ലീപ്പ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അറ്റ് 6s and 7s മീൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഹോപ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. സ്പിക്ക് ആൻഡ് സ്പാൻ, ക്ലീൻ ആൻഡ് ടൈഡി. Wolfish eye means greatness. Pros and cons എന്ന് വെച്ചാൽ ഫോർ ആൻഡ് എഗിനിസ്റ്റ് എന്നാണ് അർത്ഥം. 40 വിങ്സ് എന്ന് വെച്ചാൽ എ ഷോർട്ട് സ്ലീപ്പ് എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസിനകത്ത് നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ആണ് നോക്കിയത്. കൃത്യമായി ടോപ്പിക്സ് എല്ലാം പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.